ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും. നമസ്കാരം. ഈ ഒരു സെൻറ്റൻസ് നമ്മുടെ ലൈഫിൽ പലവട്ടം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. കുറേയൊക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ആവാം. പലപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് നമ്മളെക്കൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാനോ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ പല പല വീഡിയോസ് ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് സൈക്കോളജി, ഈ 5 വഴികളിലൂടെ നിങ്ങൾക്ക് അയാളെ കൺട്രോൾ ചെയ്യാം, മാനിപ്പുലേഷൻ ടെക്നിക്സ് ഇതാണ്, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ കുറേയൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയത് കുറച്ച് പേരെങ്കിലും എനിക്കാരെയും മാനിപ്പുലേറ്റ് ഒന്നും ചെയ്യണ്ട, പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എൻ്റെ സമാധാനം കളയാതെ എങ്ങനെ ജീവിക്കാം എന്ന് തിരിച്ചറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിലൂടെ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ഫിലോസഫീസും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സൈക്കോളജി ടെക്നിക്സും ഒക്കെയാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്ത് കളയാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളത്. ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മാനിപ്പുലേഷൻ ടെക്നിക്സ് ജനറലി നമ്മുടെ എഗൻസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 മാനിപ്പുലേഷൻ ടെക്നിക്സ് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. കോമൺ ആയിട്ട് എൻ്റെ ലൈഫിലും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കാണുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ്, ഞാൻ 9 മാസം നിന്നെ വയറ്റിൽ ചുമന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ വീട്ടുകാർ പലപ്പോഴും പറയും, കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ ഇത്രയും വളർത്തിയിട്ട് നീ ചെയ്യുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽസാണിത്. നമ്മളെന്തെങ്കിലും ഒരു ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടായിരിക്കും അവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് അത് കൂടുതൽ അതിൽ എൻകറേജ് ചെയ്യാതെ ആ ടോപ്പിക്കേ മാറ്റിക്കളയുന്ന ഒരു ഡയലോഗാണിത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ വല്ലാണ്ട് കളിയാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ സഹിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും ആ ആൾ വന്ന് പറയുന്നത്, ഓ നീ എന്തത്ര സീരിയസ്, പഴയ പോലെയൊന്നും അല്ല നീ, നിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ അവിടെ പോയി, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ നടന്ന സംഭവത്തിനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു നെഗറ്റീവ് സംഭവമല്ല എന്ന് വരുത്തി തീർക്കുകയും നമ്മുടെ ഭാഗത്താണ് തെറ്റ് കംപ്ലീറ്റ്ലി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്കാണിത്. പിന്നെയുള്ളത് വിക്ടിം കാർഡ് കാണിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാരെ നമുക്കറിയാം നമ്മുടെ ലൈഫിലുള്ളത്, അവരുടെ അടുത്ത് എപ്പോൾ പോയാലും എപ്പോൾ സംസാരിക്കാൻ പോയാലും അവരുടെ ലൈഫിൽ ഇങ്ങനെ നടന്നു, ഈ ആൾ ഇങ്ങനെ ചെയ്തു, ആ ആൾ ഇങ്ങനെ ചെയ്തു, അയാളെന്ത് ദുഷ്ടനാണ്, ഇയാളെന്ത് ദുഷ്ടനാണ്, ആളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പാവം, ആൾക്കെതിരെയാണ് ഈ ലോകം മുഴുവൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഒരു നെഗറ്റീവ് ഇതായിട്ട് നിന്ന് നിങ്ങളുടെ അടുത്ത് അത് കൺവേ ചെയ്ത് നിങ്ങളുടെ ടൈമും എനർജിയും ഒക്കെ എടുക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണിത്. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ സെൽഫ് വർത്ത് കുറയുന്നത് പോലെ നമുക്ക് തോന്നും. അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായി നമ്മൾ മാറിയെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടെക്നിക്സൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ ഫിലോസഫീസും സൈക്കോളജിക്കൽ ട്രിക്സും യൂസ് ചെയ്ത് അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇത് സ്റ്റോയിക് ഫിലോസഫിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എൻ്റെ ഈ ചാനലിൽ ഞാൻ പല സിനാരിയോസിലും ഈ ഒരു കോൺസെപ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫിലോസഫിയാണ്. അപ്പോൾ അതിൽ പറയാൻ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സിനാരിയോയിൽ ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് എന്ത് പറയുന്നു, എന്ത് ചെയ്യാനാണ് പറയുന്നത് എന്നുള്ളതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം നമ്മുടെ റിയാക്ഷൻ ടു ദാറ്റാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ വീണ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺട്രോളിലാണ്. രണ്ടാമത്തേത് സാക്ഷിഭാവം വഹിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു സിനാരിയോയിലാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെല്ലാവരും കൂടെ വട്ടം ചുറ്റി ഇരുന്നിട്ട് നിങ്ങളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് റേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളതിനെ പ്രതികരിക്കുന്നതിന് പകരം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മെൻ്റലി ഡിറ്റാച്ച് ചെയ്യുക, ഒരു ഒബ്സർവറായി മാറുക.
എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് തന്നെ പറയാം, ഓ ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു ഒബ്സേർവ് ചെയ്യുക കാര്യങ്ങൾ. ഇവരിത് പറയുന്നത് നിങ്ങളെ എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ഒബ്സർവർ മോഡിലേക്ക് ആവുമ്പോൾ നമ്മളതിന് റിയാക്ട് ചെയ്യുന്നതിന് വിട്ടുമാറും. അപ്പം അങ്ങനെ റിയാക്ട് ചെയ്ത് വിട്ടുമാറുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ആ ഒരു എനർജിയും റെഡ്യൂസ് ആവും. മാർക്കസ് അറീലിയസ് പറയുന്നത്, നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പെർമിഷൻ കൊടുക്കാതെ അതിന് പറ്റില്ല എന്നുള്ളതാണ്. പല സിനാരിയോസിലും നമ്മൾ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ടെക്നിക്സ് നമ്മുടെ മേലിൽ എഫക്റ്റ് ആവാതിരിക്കും. ഇനി ഞാൻ കുറച്ച് 1-2 സൈക്കോളജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ടിപ്സും കൂടി പറഞ്ഞുതരാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നതാണ്. ഇതിൽ പറയുന്നത് ഒരു ക്യാരക്ടർ ഗുണമില്ലാത്ത ഒരു കല്ലായി മാറണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, നിൻ്റെ ഇന്നത്തെ കോലം എന്ത് വൃത്തികേടാണ്, നിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ എന്ത് അഴുക്കാണ്, ഇത് ഇന്നത്തെ ഫാഷനല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തു നിന്നൊരു റിയാക്ഷന് വേണ്ടി പറയുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ സെൻറ്റൻസ് റിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ 3 വാക്കുകൾ ഉപയോഗിക്കുക. ഓക്കെ, മേ ബി, യെസ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഓക്കെ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി അങ്ങനെ ആവാം, അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് കൂടുതലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ ഒന്നിനും പോകരുത്. അതേപോലെ തന്നെ പല സിനാരിയോസിലും നിങ്ങൾക്ക് നോ പറയേണ്ട ആവശ്യം ഉണ്ടാവും ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അതെന്താ അങ്ങനെ, എന്താ നിനക്ക് നാളെ എൻ്റെ കൂടെ അങ്ങോട്ട് വരാൻ പറ്റാത്തത്? അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പറയുന്നതോടും അവരതിനുള്ള മറുവഴികളായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ അതൊന്ന് മാറി നിൽക്കുക. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്താലും ആൾക്കാർ നമ്മളെ പിന്നെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊന്നും പറ്റിയില്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരായിട്ട് മീറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ട അവസരങ്ങൾ കുറയ്ക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടും നമുക്ക് ഒരു മാനിപ്പുലേറ്റീവ് ആളുടെ അടുത്ത് നിന്ന് നമ്മുടെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ അവർ നന്നാവും അല്ലെങ്കിൽ അവർ മാനിപ്പുലേഷൻ നിർത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അവരവരുടെ ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളതിനൊരു പ്രേ ആയി മാറും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഓൺ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം മാനിപ്പുലേഷൻ എപ്പോഴും വീണു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലത്തെ പ്രാക്ടിക്കൽ ഫിലോസഫീസും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഉപകാരപ്പെടുത്തുന്ന പ്രാക്ടിക്കൽ ട്രിക്സുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ സൈഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള വീഡിയോയും പ്രോബബ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതും കൂടി കണ്ടു നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.